തെറ്റി നമുക്ക് ഭംഗിക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഔഷധ ഗുണവും വളരെയധികം ഉള്ള ഒരു ഇതാണ്. വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തെറ്റിയുടെ പൂവ് എടുത്തിട്ട് കുറച്ചിട്ട് എണ്ണ കാച്ചുക. അപ്പോൾ ചെറിയൊരു ചുവപ്പ് നിറം വരുമ്പം അത് തേച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കരപ്പൻ അങ്ങനെയുള്ള തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ഒരു പ്രിവെൻറ്റീവായിട്ട്, അതായത് വരാതിരിക്കാൻ തേക്കാം. പിന്നെ വന്നു കഴിഞ്ഞാലും ചെറിയ തോതിലുള്ളതൊക്കെ ആണെങ്കിൽ ഇത് മാത്രം വെച്ച് തെറ്റിയുടെ ഇത് വെച്ച് എണ്ണ കാച്ചി നമ്മൾ മൂപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇത് മതി. ജസ്റ്റ് ഒന്ന് പൂവിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അങ്ങനെ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. പിന്നെ തെറ്റിക്ക് സംസ്കൃതത്തിലുള്ള ഒരു പാരന്ത്യാധികരം, അത് തെറ്റിയുടെ നമ്മൾ വൈപ്പർ ബൈറ്റ് അണലി കടിച്ചിട്ടുണ്ടാകുന്ന അൾസേഴ്സിന് പോലും, അത് ചിലതാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞാൽ ഈ അൾസർ മാത്രം ഉണങ്ങത്തില്ല, ആ വ്രണം അണലി കടിച്ച ഭാഗത്തുള്ള വ്രണം മാത്രം ഉണങ്ങത്തില്ല. അതിന് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു എണ്ണയാണ്, അപ്പോൾ അതെങ്ങനെയാണ് ഒരു വ്രണത്തിലൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ പാരന്ത്യാധികരം അതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. എത്ര നാൾ കഴിഞ്ഞാലും ഈ അണലി കടിച്ചിട്ടുണ്ടാകുന്ന അൾസർ ഉണങ്ങാതിരിക്കും. അപ്പോൾ അതിന് നമുക്ക് പാരന്ത്യാധികരം ഉപയോഗിക്കാവുന്നതാണ്. തെറ്റിയുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് തെറ്റിയുടെ പൂമൊട്ടും ജീരകവും ഇത് കൂടി വെള്ളം കാച്ചിയിട്ട് അത് വെച്ച് വെള്ളം ഉപയോഗിക്കുന്നത് ഈ ഉദരവേദന, വയറിലുണ്ടാകുന്ന ഉദരവേദന, ഉദരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും നമുക്ക് ജനറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. തെച്ചിയുടെ വേര് തന്നെ ശീമപ്പാവ്, മല്ലി മുതലായവ ചേർത്ത് അരച്ച് പുരട്ടുന്നത് കൊണ്ട് ഗൊണേറിയ, അതുപോലെ ശ്വേതപ്രതരം മുതലായിട്ടുള്ള സ്ത്രീ രോഗങ്ങളിൽ വളരെയധികം ഫലസിദ്ധി കണ്ടിട്ടുള്ള ഔഷധ പ്രയോഗമാകുന്നു. തെച്ചിയുടെ പൂവ് നന്നായി കഴുകി ചതച്ച് തുണിയിൽ കിഴികെട്ടി മുലപ്പാൽ മുക്കി അത് കണ്ണിൽ ഒഴിക്കുന്നത് കൊണ്ട് കണ്ണിനുണ്ടാകുന്ന കരികരിപ്പ്, വേദന, ചുവപ്പ് മുതലായിട്ടുള്ള രോഗങ്ങളിൽ വളരെയധികം ശമനം നൽകുന്ന ഒരു പ്രയോഗമാകുന്നു. ചെമ്പരത്തി താളി കഴിക്കാറുണ്ട്. ചെമ്പരത്തി കൊണ്ടുള്ള താളി കഴിക്കാൻ വളരെ വിശേഷമാണ്. ചെമ്പരത്തി താളി തലയിൽ മെഴുക്ക് കളയാനായിട്ട് ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കാറുണ്ട്. കേശ്യം എന്നാണ് വാക്കുന്നത്. കേശ്യം എന്ന് വെച്ചാൽ കേശത്തിന് ഹിതമായുള്ളത്. കേശം തലമുടിക്ക് ഹിതമാണ്. തലമുടി ഉണ്ടാവാനും ഉള്ളതിന് അതിൻ്റെ തലമുടിയുടെ നിറം കറുപ്പ് കിട്ടാനും നന്നായിട്ടാണ്. പനങ്കുല പോലെയുള്ള നീളമുള്ള മുടി കേരളീയ വനിതകളുടെ സ്വപ്നങ്ങളിൽ നിന്നും അകന്നു പോയെങ്കിലും ഇടതൂർന്ന മുടി ഇപ്പോഴും സൗന്ദര്യ ലക്ഷണം തന്നെയാണ്. മുടിയുടെ കറുപ്പ് നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും ചെമ്പരത്തിയുടെ വിവിധ ഭാഗങ്ങൾ കലർന്ന എണ്ണകൾ സഹായിക്കുന്നു. നമുക്ക് ഏറെ സുപരിചിതവും അതുപോലെ പണ്ട് മുതൽക്ക് തന്നെ വീടുകളിൽ നിത്യേന താളിക്കായി മറ്റും ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഔഷധ സസ്യവും അതോടൊപ്പം തന്നെ ഒരു അലങ്കാര പുഷ്പ സസ്യവും കൂടിയാണ് ചെമ്പരത്തി എന്നത്. ഈ ചെമ്പരത്തിയുടെ പ്രധാനമായിട്ടും ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് വേര്, ഇല, പൂവ് എന്നിവയാണ്. ചെമ്പരത്തി അനേക വിധത്തിലുള്ള പലവിധ രോഗങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ തലമുടിക്ക് കറുപ്പും നിറവും ആരോഗ്യവും എല്ലാം നൽകുന്നതിനായിട്ട് ചെമ്പരത്തി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചെമ്പരത്തിയുടെ പൂവും പൂവിൻ്റെ മൊട്ടും നന്നായി വടിയെ അരച്ച് വെള്ളത്തിൽ കലക്കി രാവിലെ തന്നെ സേവിക്കുന്നത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ശ്വേതപ്രതരം, അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ എന്നിവയ്ക്കെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആരോഗ്യപൂർണമായ ശരീരത്തിൽ മാത്രമേ ആരോഗ്യപൂർണമായ മനസ്സുണ്ടാവൂ. പുറത്തെ സൗന്ദര്യം പോലെ അകത്തെ സൗന്ദര്യവും സംരക്ഷിക്കപ്പെടണം.
പുറം സൗന്ദര്യത്തെ മാത്രമല്ല അകസൗന്ദര്യത്തെയും ചെമ്പരത്തി കാത്തുസൂക്ഷിക്കുന്നു. ചെമ്പരത്തിയുടെ പൂവ് തന്നെ നിഴലിൽ ഉണക്കി പൊടിച്ച് തേൻ ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാനായിട്ട് നൽകുന്നു. ഇതും ശ്വേതപ്രതരത്തിനും അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നാണ്. ചെമ്പരത്തിയുടെ വേര് ചേർത്തിട്ടുള്ള ഔഷധങ്ങൾ അനേക വിധത്തിൽ ത്വക്ക് രോഗങ്ങളിലും അതുപോലെ വ്രണം, പൈത്തികമായിട്ടുള്ള രോഗങ്ങൾ മുതലായവയെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു എണ്ണയാണ് ചെമ്പരത്യാദി കേരം, ചെമ്പരത്യാദി തൈലം എന്നൊക്കെ പറയുന്നത്. ഇത് കൊച്ചുകുട്ടികൾ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള കരപ്പനുകൾ, പ്രധാനമായിട്ടും ചെങ്കരപ്പൻ മുതലായവയെല്ലാം ഈ ഔഷധം, ഈ തൈലം ഉപയോഗപ്പെടുത്തുന്നത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നു.